പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ പ്രിൻ്റ് മീഡിയ. ഇന്ത്യയിലെ പ്രിൻ്റ് മീഡിയ നേടിയെടുത്ത വളർച്ച എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രിൻ്റ് മീഡിയ ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയിൽ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രസ് വഹിച്ച പങ്കാണ്. അന്നു മുതൽ ആളുകൾ ഇന്ത്യൻ പ്രസ്സിനെ സ്നേഹിക്കാനും അതിലൂടെ കൂടുതൽ വിവരങ്ങൾ അറിയാനും അറിഞ്ഞ വിവരങ്ങളുടെ വെളിച്ചത്തിൽ ശക്തമായ രീതിയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കാനും തയ്യാറായതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ അന്നു മുതലേ പത്രങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഏതൊക്കെ പത്രങ്ങളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയത്, ഇന്ന് അവരുടെ സർക്കുലേഷൻ എത്ര, ഇനി ആരും കുത്തിയിരുന്ന് ഇന്ന പത്രം ഇത്ര സർക്കുലേഷൻ, ഇന്ന പത്രം 15,53,000, ആനന്ദബസാർ പത്രിക 8,36,000 ഇങ്ങനെ പഠിക്കാനിരിക്കണ്ട. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പത്രം ഏത്, അതിൻ്റെ ഒരു പ്രചാരം എത്രയായിരുന്നു, അതിപ്പോൾ എത്രയിൽ എത്തി നിൽക്കുന്നു, അതിൻ്റെ കറക്റ്റ് ഫിഗറൊന്നും വേണ്ട. അപ്രോക്സിമേറ്റ്ലി 16 lakh 1.5 crore മതി. അല്ലാണ്ട് 1,52,73,826 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും കിട്ടാൻ പോണില്ല. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇന്ത്യയിലെ പത്രത്തിൻ്റെ വളർച്ച എത്രത്തോളം എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്നൊരു ഐഡിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. അപ്പോൾ അതിന് ആ ഒരു വെയിറ്റേജ് മാത്രം കൊടുത്താൽ മതി. കൂടുതൽ ഒരു ഹെവി വെയിറ്റേജ് കൊടുത്ത് കൂടുതൽ സമയമെടുത്ത് ഈ സംഖ്യകളൊക്കെ കാണാപ്പാഠം പഠിച്ചിട്ടൊന്നും നിങ്ങളൊരിക്കലും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറയാൻ കാരണം പലരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. പലരുടെയും പഠന രീതികളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ പ്രിൻ്റ് മീഡിയ. ദി ഇന്ത്യൻ പ്രസ് ഇൻക്ലൂഡ്സ് 48 Senatorians, the Gujarat Daily, Mumbai Samachar, published from Mumbai, is the oldest surviving newspaper. ഇന്ത്യയിലെ ഏറ്റവും പഴയതും എന്നാൽ ഇന്നും നിലനിൽക്കുന്നതുമായിട്ടുള്ള പത്രങ്ങളിൽ ഏതാണ് മുൻപന്തിയിൽ എന്ന് ചോദിച്ചാൽ ഗുജറാത്തി പബ്ലിക്കേഷനായിട്ടുള്ള മുംബൈ സമാചാറാണ് ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴയ പത്രം. ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1822. 1822 മുതൽ 2020 വരെ പബ്ലിക്കേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏകദേശം 78, 98, 198 വർഷത്തെ പാരമ്പര്യം. 2 വർഷം കൂടി കഴിഞ്ഞാൽ ഈ പത്രത്തിൻ്റെ 200ാം വാർഷികമായി. അപ്പം അത്രയും പുരാതനമായിട്ടുള്ള ഒരു പത്രമാണ് ഇന്നും നിലനിൽക്കുകയാണ്. ആൻഡ് ഓൺ 31st March 2014 there were 13,350 registered dailies on Registrar of Newspaper for India's record. RNI എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ന്യൂസ് പേപ്പറുകൾ പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ കണക്കെടുക്കുന്ന സംഘടനയാണ്. നിർബന്ധമായിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പറോ പബ്ലിക്കേഷനോ ആരംഭിക്കുമ്പോൾ ഇവരുടെ അടുത്ത് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ മേടിച്ചതിന് ശേഷം മാത്രമേ പത്രപ്രസിദ്ധീകരണം ആരംഭിക്കാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ 2014 കേട്ടോ, 2020 2014 RNIയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ 1350 ന്യൂസ് പേപ്പേഴ്സ് ഇറങ്ങുന്നുണ്ട്. ഒരു രാജ്യത്ത് ഇറങ്ങുന്ന ന്യൂസ് പേപ്പറുകളുടെ എണ്ണമാണ് പറയുന്നത്, പല ഭാഷകളിലായിട്ട്. ന്യൂസ് പേപ്പർ വെർ രജിസ്റ്റേർഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് അതർ ലാംഗ്വേജസ് ലിസ്റ്റഡ് ഇൻ 8th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ലാർജസ്റ്റ് റീഡ് ഡെയിലി ഇൻ ഇന്ത്യ. വെറുതെ ഒരു കണക്ക് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിരിക്കുകയാണ്. ജൂലൈ ഡിസംബർ 2013 കാലയളവിൽ എടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ദൈനിക് ജാഗരൺ ഹിന്ദി ഇൻ മില്യൺ ആണ്, 15.53 മില്യൺ ആണ്. ഹിന്ദുസ്ഥാൻ ഹിന്ദിയിലുള്ള പബ്ലിക്കേഷൻ തന്നെയാണ്, 14.25 ആണ് സർക്കുലേഷൻ. ദൈനിക് ഭാസ്കർ ഇൻ ഹിന്ദി 12.86 മില്യൺ ആണ് പബ്ലിക്കേഷൻ റേറ്റ്, സർക്കുലേഷൻ എന്ന് പറയുന്നത്. ദെൻ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു 2013 കണക്ക് പ്രകാരം മലയാള മനോരമ മലയാളം 8.57 മില്യൺ. ദാറ്റ് മീൻസ് 80 ലക്ഷം വായനക്കാരിലധികം. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 lakhs ആണ്, 8 മില്യൺ എന്ന് പറഞ്ഞാൽ 80 lakhs ആണ്. അപ്പോൾ 1 കോടിക്ക് 20 ലക്ഷം ആൾക്കാരുടെ കുറവേ ഉള്ളൂ. ഒരു പക്ഷേ 2020 അത് 1 കോടിക്ക് അടുത്തായിട്ടുണ്ടായിരിക്കും. ജനസംഖ്യയിൽ 6 വർഷം കൊണ്ട് വന്ന മാറ്റവും മനോരമയ്ക്ക് ഉണ്ടായിട്ടുള്ള സർക്കുലേഷനിലെ വ്യത്യാസമൊക്കെ അതിന് കാരണമായി തീരും. ന്യൂസ് പേപ്പർ വെർ ഓൾസോ രജിസ്റ്റേർഡ് in many other languages including dialect and a few foreign languages. As per the data from annual statements 2013-14 received, the highest number of newspapers were published in Hindi 3213, followed by Urdu 929, in English 695 and in Telugu 562. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹിന്ദിയിലാണ് ഇന്ത്യയിൽ പബ്ലിക്കേഷൻസ് ഇറങ്ങുന്നത്. കാരണം ഹിന്ദി നമ്മളുടെ രാഷ്ട്രഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം ഹിന്ദിക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം തന്നെ ഇന്ത്യയിലെ പല ഏരിയകളിലും ഹിന്ദിക്ക് തത്തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഭാഷയുടെ പ്രയോഗം നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാന കാരണമാണ്. In circulation, Hindi newspaper continued to lead with 12 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 12 കോടി 64,77,693. ഈ സംഖ്യയ്ക്ക് ഒരു പ്രാധാന്യമില്ല. കോപ്പീസ് ഫോളോഡ് ബൈ ഇംഗ്ലീഷ് വിത്ത് 3,31,48,808 copies. Among language dailies, Hindi lead with 942 newspapers, followed by 201 in English. The languages that published more than 100 daily newspaper were Urdu 191, Telugu 147, Marathi 130 and Gujarati 100. Circulation wise, Hindi dailies maintained its dominance with 3,76,42,520 copies. English dailies have a circulation of 1,29,14,581 copies. Anandabazar Patrika, a Bengali daily published from Kolkata, is the largest circulated single edition daily with a claimed circulation of 11,81,112. 11,81,112 കോപ്പീസ് അടിക്കുന്ന ആനന്ദബസാർ പത്രികയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോപ്പീസ് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന സിംഗിൾ എഡിഷൻ. ഒരൊറ്റ സ്ഥലത്തുനിന്നേ പബ്ലിക്കേഷനുള്ളൂ, അവിടെ നിന്ന് മാത്രം. മനോരമയ്ക്ക് 13-14 സ്ഥലങ്ങളിൽ നിന്ന് എഡിഷനുണ്ട്. തൃശ്ശൂർ,
കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം അങ്ങനെ പലയിടത്തും ഉണ്ട്. പക്ഷെ അനന്തബസാർ പത്രിക ഒരു സ്ഥലത്ത് നിന്ന് അടിക്കുന്ന സിംഗിൾ എഡീഷൻ്റെ സർക്കുലേഷനാണ് പറയുന്നത് 11,51,112. Followed by the Times of India, an English daily published from Mumbai with a claimed circulation of 10,26,153 copies, and Hindustan Times, an English daily published from New Delhi with a circulation of 9,75,737 copies per publishing day. ഒരു ദിവസമാണ് കേട്ടോ 9,75,737 കോപ്പി സിംഗിൾ എഡിഷനിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നു. ദ ടൈംസ് ഓഫ് ഇന്ത്യ ഹാവിങ് 29 എഡീഷൻസ്, അതാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സർക്കുലേഷൻ പറഞ്ഞു, 10,26,153 പറഞ്ഞു. 29 എഡീഷനാണ് ഇൻ ഇംഗ്ലീഷ് വിത്ത് എ ടോട്ടൽ ക്ലെയിം ഓഫ്, ഈ 29 എഡീഷനിൽ നിന്നും കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ടോട്ടൽ അച്ചടിക്കുന്നത് 47,42,671. അതിൽ മുംബൈയിൽ നിന്ന് അടിക്കുന്നതിൽ നിന്നും മാത്രം 10 ലക്ഷത്തിനും മീതെ ടോട്ടൽ ഇവർ അച്ചടിക്കുന്നത് 47 ലക്ഷം കോപ്പീസാണ്. പബ്ലിഷിംഗ് ഡേ occupied the first position among multi-edition daily during 2013-14. Dainik Bhaskar, having 35 editions in Hindi with a total claimed circulation of 35,49,796 copies per publishing day, occupied second position among multi-edition dailies. മൾട്ടി എഡീഷനിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ദൈനിക് ഭാസ്കർ ആണ്. നേരത്തെ നമ്മൾ അനന്തബസാർ പത്രിക എന്ന് പറഞ്ഞു, ഇപ്പോൾ ദൈനിക് ഭാസ്കർ ആണ്. അനന്തബസാർ പത്രിക സിംഗിൾ എഡീഷനാണ്, ഒരു സ്ഥലത്ത് നിന്ന് അച്ചടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ. ദൈനിക് ഭാസ്കർ എല്ലായിടത്തു നിന്നും കൂടിയിട്ടുള്ളതിൽ സെക്കൻഡ് പൊസിഷൻ. ഔട്ട് ഓഫ് 19,499 publications that furnished annual statement in 2013-14, 16,737 publications were owned by individual, followed by 1,936 by joint stock companies, 323 by societies and association, 257 by trust, and 168 by firms and partnerships. 43 publications were brought out by the central and state government and cooperative societies, educational institutions and others owned the remaining 35 publications. എങ്ങനെയാണ് ഇന്ത്യയിലെ പബ്ലിക്കേഷൻസിൻ്റെ ഓണർഷിപ്പ് വിഭജിച്ച് പോയിട്ടുള്ളതെന്നുള്ളതിൻ്റെ ഒരു ലഘുചിത്രമാണ് ഇവർ തന്നിരിക്കുന്നത്. അവർ പറയുന്നത് 2013-14 കണക്ക് പ്രകാരം 19,499 പബ്ലിക്കേഷനാണ് ഇന്ത്യയിൽ. ന്യൂസ് പേപ്പർ എന്നല്ല കേട്ടോ പറയുന്നത്, 19,499 പബ്ലിക്കേഷൻസാണ് ഇന്ത്യയിലാകെ ഇറങ്ങുന്നത്. അതിലെ ഇൻഡിവിജ്വൽസിൻ്റെയാണ് ഭൂരിഭാഗവും. അവരുടെ തന്നെ 16,737 ഉണ്ട്. പിന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഉണ്ട്, ചില സൊസൈറ്റീസിൻ്റെ ഉണ്ട്, ചില ചാരിറ്റബിൾ സൊസൈറ്റികളുടെ ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ സെൻട്രലിൻ്റെ ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആയാലും മാഗസീനുകൾ, പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു തുടക്കം പ്രിൻ്റ് മീഡിയയുടെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ പ്രിൻ്റ് മീഡിയയും അതുപോലെ തന്നെ മാസ് മീഡിയയും വലിയ രീതിയിൽ ഒരു തടസ്സം അല്ലെങ്കിൽ ഒന്ന് അല്പം ചെറുതാകേണ്ടി വന്ന അല്ലെങ്കിൽ താഴേണ്ടി വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സാഹചര്യം ഉണ്ടായത് 1975 ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ്. ഇൻസിഡൻ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി ഇലക്ഷനിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് നടന്ന ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി
അഴിമതി നടത്തി എന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ കണ്ടുപിടിച്ചതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയോട് പ്രധാനമന്ത്രി പദം ഒഴിയാനും ഓഫീസ് ക്ലിയർ ചെയ്യാനും ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന, ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നൊക്കെ വിളിക്കാവുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ട് പ്രസിഡൻറ്റിനോട് ആവശ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഒരു പാർട്ടിക്കും ഇന്ത്യയിൽ ഭരണം നടത്താനായിട്ട് പറ്റില്ല, പ്രധാനമന്ത്രി പദത്തിലുണ്ടായിരിക്കാനായിട്ട് പാടില്ല. നേരിട്ട് ഹോണറബിൾ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ് ഭരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. അപ്പോൾ പാർട്ടി ബേസിലായിരിക്കില്ല ഭരണം നടക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ 1975 നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ, ജൂലൈയിലാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്, ജൂണിൽ. അത് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു വരുന്ന ഇലക്ഷനിലും വീണ്ടും കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റാൻ ഈ നാട്ടിലെ ജനങ്ങൾ, ഇന്ത്യയിലെ സമൂഹം തയ്യാറാകും എന്ന് ഇന്ദിരാഗാന്ധി ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷെ ആ കണക്കൂട്ടലിന് വലിയ തിരിച്ചടി നേരിട്ടു. 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കോൺഗ്രസ് ഇതര ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നു. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് ആദ്യത്തെ കോൺഗ്രസ്സിന് പ്രാധാന്യമില്ലാത്ത ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതും ഇന്ത്യ കണ്ട കാഴ്ചയാണ്. പക്ഷേ ഈ അടിയന്തരാവസ്ഥയുടെ ഈ 19 മാസക്കാലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസ്സാണ്. ഇന്ത്യൻ പ്രസ്സിന് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ലഭിക്കാതിരുന്ന, അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായ പത്രപ്രവർത്തനം നടത്താൻ ഉള്ള സാഹചര്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ 19 മാസം ഇന്ത്യയിൽ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും വീണ്ടും അധികാരത്തിൽ അല്ലെങ്കിൽ വീണ്ടും അധികാരത്തിലേക്ക് അവർ വരുന്നതിനോട് ജനങ്ങൾക്ക് താല്പര്യമില്ലാതാവുകയും സർവോദയ ലീഡറായിട്ടുള്ള ജയപ്രകാശ് നാരായണൻ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ജനതാ പാർട്ടി അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇന്നത്തെ BJP ആണെന്നൊന്നും പറയരുത് കേട്ടോ. ഇന്നത്തെ BJPയുടെ ഫുൾ ഫോം ഭാരതീയ ജനതാ പാർട്ടി എന്ന് തന്നെയാണ്. എന്നിരുന്നാലും ജനതാ പാർട്ടിയുമായിട്ട് അവർക്ക് ചെറിയൊരു കണക്ഷൻ ഉണ്ട് എന്ന് മാത്രം. പൂർണ്ണമായിട്ടും ജനതാ പാർട്ടി രൂപാന്തരം പ്രാപിച്ച് BJP ആയി എന്നൊന്നും ആരും പറയരുത്. അപ്പോൾ എന്താണ് പ്രസ് അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടെന്നും നാഷണൽ എമർജൻസിയുടെ ആ ഒരു 19 മാസക്കാലം ഇന്ത്യ എങ്ങനെ നേരിട്ടു എന്നുള്ളതുമാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഓൺ June 12, 1975, Justice Jagmohan Sinha of Allahabad High Court found Mrs. Indira Gandhi guilty of corrupt election practice in the 1971 parliamentary election from Raebareli constituency of Uttar Pradesh. റായ്ബറേലി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോണിയാഗാന്ധിയുടെയൊക്കെ മണ്ഡലമാണ് റായ്ബറേലി എന്ന് പറയുന്നത്. എല്ലാ കാലത്തും കോൺഗ്രസിനെ വിജയിപ്പിക്കുകയും ഇന്ദിരാഗാന്ധി നിന്ന് ജയിച്ച, രാജീവ് ഗാന്ധി നിന്ന് ജയിച്ച, ഇപ്പോൾ സോണിയാഗാന്ധി നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി. UPയിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് പോലും റായ്ബറേലി കോൺഗ്രസിനെ കൈവിടുന്നില്ല എന്നുള്ളത് വലിയൊരു അതിശയം തന്നെയാണ്. ഇനിയൊരു ഇലക്ഷനിൽ ഒരുപക്ഷെ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ റായ്ബറേലിയിൽ നിന്നും മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവ് പ്രിയങ്ക ഗാന്ധിയാണ്.
അതെന്തോ ആയിക്കോട്ടെ, അവരുടെ കുടുംബ പ്രശ്നമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം 1975 ജസ്റ്റിസ് ജഗ്മോഹൻ സിൻഹ കണ്ടുപിടിക്കുകയാണ് 1971 പാർലമെൻറ്റ് ഇലക്ഷനിൽ അഴിമതി നടത്തി ഇലക്ഷൻ പ്രാക്ടീസിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നതെന്ന് കണ്ടെത്തുകയാണ്. 4 വർഷം ഇപ്പോൾ ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ടോ. ദ ജഡ്ജ് ഡിക്ലെയർഡ് മിസസ് ഗാന്ധി 1971 election invalid and barred the Prime Minister from holding political office for 6 years. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ കുറ്റക്കാരിയായി വിധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അന്ന് നടന്ന എലക്ഷൻ നിയമവിധേയമല്ലെന്നും അല്ലെങ്കിൽ അതിന് നിയമസാധുതയില്ലെന്നും അടുത്ത 6 വർഷത്തേക്ക് ഇനി പ്രൈം മിനിസ്റ്റർ ഓഫീസിലിരിക്കാൻ ഇന്ദിരാഗാന്ധി യോഗ്യയല്ലെന്നും പ്രഖ്യാപിച്ചു. ഹവെവർ ഹി സ്റ്റേഡ് ദ promulgation of his judgment for 22 days to permit the Congress party to elect a successor as Prime Minister. അപ്പോൾ ഇനിയുള്ള ഒരു കൊല്ലം ഭരിക്കാനായിട്ട് ഇന്ദിരാഗാന്ധിക്കൊരു പകരക്കാരിയെ കണ്ടെത്താനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം 22 ദിവസമാണ് കോൺഗ്രസ് പാർട്ടിക്ക് സമയം കൊടുത്തത്. കാരണം ഇലക്ഷനിൽ ജയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ അവരുടെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്കൊരു പകരക്കാരനെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിയുടെയാണ്. ഓൺ ജൂൺ 25, 1975, മിസസ് ഗാന്ധി in order to perpetuate her rule declared emergency. The emergency lasted for 19 months and this period is considered to be the darkest period in the post-independence history. അപ്പോൾ അദ്ദേഹം ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? വേഗം രാഷ്ട്രീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടി? അപ്പോൾ പിന്നെ രാജ്യത്തെ ഇലക്ഷനോ മറ്റ് പ്രവർത്തനങ്ങളോ പുതിയൊരാളെ കണ്ടെത്തലോ ഒന്നും നടക്കില്ല. നിലനിൽക്കുന്ന സമ്പ്രദായം എന്തോ അത് തുടർന്നുകൊണ്ട് പോവേണ്ട ഒരു സാഹചര്യം രാജ്യത്തുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനെ തൃപ്തിപ്പെടുത്താൻ ഇന്ദിരാഗാന്ധി അന്ന് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പ്രസിഡൻറ്റിനോട് ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും 1975 ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്ക് പുതിയൊരു നേതൃത്വത്തെ കണ്ടെത്തണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയാൽ വേറെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഇന്ദിരാഗാന്ധിയുടെ സ്വാർത്ഥ താല്പര്യം, കാരണം അധികാരം കയ്യിൽ നിന്ന് പോവാണ്. പുതിയൊരു പ്രൈം മിനിസ്റ്ററെ കോൺഗ്രസ് കണ്ടെത്തിയാൽ അടുത്ത 6 വർഷത്തേക്ക് ഭരണത്തിലിരിക്കാൻ പറ്റില്ല ഇനി. അപ്പോൾ അതിനെ മറികടക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് 6 വർഷം മാറി നിൽക്കേണ്ടി വന്നാൽ പിന്നീട് തിരിച്ചു വരുമ്പോൾ ആ ഒരു പ്രാധാന്യത്തോടു കൂടി മത്സരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ജനങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന സ്വീകാര്യതയും കോൺഗ്രസ് പാർട്ടിയിൽ കിട്ടിയിരുന്ന മുൻതൂക്കവും ഗാന്ധി കുടുംബത്തിൻ്റെ അംഗമെന്നുള്ള ആ മുൻതൂക്കം ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തത്? നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട, ഏറ്റവും മോശം കാലഘട്ടമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. On the same day, her political opponents like Morarji Desai, Jayaprakash Narayan, Rai Narain, Chandrasekhar, Charan Singh, Ashok Mehta, Pilu Modi and K.R. Malkani, editor of Jansang's Motherland, were arrested. The same day, government issued central censorship order and guidelines for the press. അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന മറ്റു പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ആ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട്
തീരുമാനിക്കുകയാണ്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാളെ ജഡ്ജിയുടെ വീട്ടിൽ 24 മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ കോടതിയിൽ 24 മണിക്കൂറിനകത്ത് ഹാജരാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും പ്രസ്സിനെ സത്യം വിളിച്ചു പറയാൻ ഈ രാജ്യത്ത് ഉള്ള അവകാശത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തൽക്കാലത്തേക്ക് നിയന്ത്രണ വിധേയമാക്കി പ്രസ്സിനെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. The Central Censorship Order addressed to all printers, publishers and editors prohibited the publication of news, comments, rumors and other reports relating to actions taken by the government in accordance with the proclamation of emergency in any newspaper, periodical or other documents without their first being submitted for scrutiny to an authorized officer of the government. എല്ലാ പത്രങ്ങൾക്കും എല്ലാ പബ്ലിഷേഴ്സിനും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കൊടുത്തു നാഷണൽ എമർജൻസിയെക്കുറിച്ച്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ എതിർത്തുകൊണ്ടോ ആളുകളുടെ വിദ്വേഷമോ ആളുകളുടെ പ്രതിഷേധമോ നാഷണൽ എമർജൻസിക്ക് എതിരെ തിരിയാതിരിക്കത്തക്ക രീതിയിൽ ഒപ്പം രാജ്യത്ത് പുതിയ കെട്ടുകഥകൾ റൂമേഴ്സ് അച്ചടിക്കപ്പെടാതിരിക്കാനും ഒപ്പം തന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പത്രങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ എന്താണെന്നും ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ക്രൂട്ടണി എന്താ ഇലക്ഷൻ സമയത്ത് കേൾക്കുന്ന വാക്കാണ്. നാമനിർദ്ദേശ പത്രിക നൽകിക്കഴിഞ്ഞാൽ സ്ക്രൂട്ടണി നടത്തും. സ്ക്രൂട്ടണി മീൻസ് സൂക്ഷ്മ പരിശോധന. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഓഫീസറെ കാണിക്കണം. ഫസ്റ്റത്തെ എഡിഷൻ പ്രിൻ്റ് ചെയ്യണതിന് മുൻപ് ഫസ്റ്റ് ഇഷ്യൂ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. അദ്ദേഹം അതിൽ ഈച്ച് ആൻഡ് എവറി ലൈൻ വായിച്ചു നോക്കും. ഇത് വായിച്ചിട്ട് ഈ സമൂഹത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ല എന്നും രാജ്യത്ത് വേറെ വിപ്ലവങ്ങളോ കലാപങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമേ ആ ഇഷ്യൂ പബ്ലിഷ് ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ പത്രം അന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല. സെഡീഷ്യസ് ആയിട്ടുള്ള വിദ്വേഷം വളർത്തുന്ന ലേഖനമാണ് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് പ്രസ് സെൻസർഷിപ്പിൻ്റെ മറവിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വാർത്തകളും പ്രസിദ്ധീകരണങ്ങളൊക്കെ തടഞ്ഞു വയ്ക്കാനായിട്ട് തുടങ്ങി. The chief censor was given total responsibility for supervising and directing censorship. During this period, the chief censor had sent to every paper detailed instruction about the coverage of news reports and photographs. അപ്പോൾ ഈ ചീഫ് സെൻസർഷിപ്പ് നടത്തുന്ന വ്യക്തി അദ്ദേഹം എല്ലാ പത്രങ്ങളിലും കൃത്യമായിട്ട് സെൻസർ ചെയ്യും. ഏതെങ്കിലും തരത്തിൽ മോശമായിട്ടോ വിദ്വേഷം വളർത്തുന്നതോ രാജ്യത്ത് കലാപമോ പ്രശ്നങ്ങളോ സൃഷ്ടിക്കത്തക്കതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു വാർത്തയോ എന്തെങ്കിലും ഒരു ഫോട്ടോഗ്രാഫോ പോലും അച്ചടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റിയതിന് ശേഷം മാത്രമാണ് ആ പത്രം പുറത്തിറങ്ങാനായിട്ട് അനുവദിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഈ പറയുന്ന ചീഫ് സെൻസറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി രാജ്യത്തുള്ള എല്ലാ പബ്ലിക്കേഷൻസിനും അവർക്ക് ഏതൊക്കെ ഫോട്ടോസ് കൊടുക്കാം, എന്തൊക്കെ വാർത്തകൾ പബ്ലിഷ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു മാർഗരേഖ തയ്യാറാക്കി ഈ പത്രങ്ങൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പത്രങ്ങൾക്ക് സാധിക്കില്ല. For instance, the newspaper were prohibited to carry any news reports and photographs, and demolition carried out around the Turkmen Gate in New Delhi during the emergency. എമർജൻസി പീരീഡിൽ ഡൽഹിയിൽ നടന്ന കലാപത്തിൻ്റെ ഫോട്ടോസ് പോലും അച്ചടിക്കാനോ അതുമായിട്ട് സംബന്ധിച്ചുണ്ടായ
വാർത്ത കൊടുക്കാനോ പോലും ഇന്ത്യയിലെ ഒരു പത്രങ്ങൾക്കും അന്ന് നാഷണൽ എമർജൻസി പീരീഡിൽ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡ്യൂറിങ് ദ എമർജൻസി മെനി ജേർണലിസ്റ്റ് വേർ ജയിൽഡ്, ന്യൂസ് പേപ്പർ ഓഫീസേഴ്സ് വേർ റെയ്ഡഡ് ആൻഡ് പവർ സപ്ലൈ വാസ് കട്ട് ഓഫ് ടു പ്രിൻറ്റിംഗ് പ്രസ്. പലതരത്തിലുള്ള ആക്രമണങ്ങളാണ് പ്രിൻറ്റിംഗ് പ്രസ് ആ കാലത്ത് നേരിടേണ്ടി വന്നത്. പ്രധാനമായിട്ടും എഡിറ്റേഴ്സായിട്ടും ജേർണലിസ്റ്റുകളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന പത്രപ്രവർത്തകരെ, സത്യം വിളിച്ചു പറയാൻ ധൈര്യമുള്ള ജേർണലിസ്റ്റുകളെ പിടിച്ച് ജയിലിലിടുകയും അവരൊരു കാരണവശാലും നാഷണൽ എമർജൻസിക്ക് എതിരായിട്ട് ജനങ്ങളോട് സംസാരിക്കാനോ അതിനെതിരെ പ്രവർത്തിക്കാനോ ഉള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ് സെൻസർഷിപ്പ് കൊണ്ട് അവരുദ്ദേശിച്ചത്. ഒപ്പം തന്നെ പവർ സപ്ലൈ കട്ട് ചെയ്യുകയും ന്യൂസ് പേപ്പർ ഓഫീസുകൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ റെയ്ഡ് ചെയ്ത് മാക്സിമം ന്യൂസ് പേപ്പർ ഓണേഴ്സിനെ ബുദ്ധിമുട്ടിക്കത്തക്ക രീതിയിലുള്ളതായിരുന്നു എമർജൻസി പീരീഡിലെ ഭരണം എന്ന് പറയുന്നു. കാരണം ഇന്ദിരാഗാന്ധിക്ക് വ്യക്തമായിട്ടറിയാം രാജ്യത്ത് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കത്തക്ക രീതിയിൽ യാതൊരു പ്രശ്നങ്ങളും നിലവിലില്ല. എന്നിട്ടും സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ സ്വന്തം ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി താൻ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ സത്യം ജനങ്ങളറിയാതിരിക്കാൻ വേണ്ട എല്ലാ പ്രിക്കോഷൻസും ആദ്യമേ തന്നെ എടുക്കണമെന്ന് ഇന്ദിരാഗാന്ധി തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രിക്കോഷൻ എടുക്കുകയും പ്രസ് സെൻസർഷിപ്പ് നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ താല്പര്യമില്ലാത്ത ജേർണലിസ്റ്റുകളെ പിടിച്ച് ജയിലിലിടാനും. ഏറ്റവും വലിയ രസം, പ്രിൻറ്റിംഗ് പ്രസ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പവർ സപ്ലൈ കട്ടാക്കിക്കൊണ്ട് പ്രിൻറ്റിങ് നടക്കാത്ത സാഹചര്യം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. The press as a whole did not stand up against the emergency. It crawled during this period, whereas it was expected to bend only. അത് LK അദ്വാനി പറഞ്ഞ വാചകമാണ്. ഇന്ത്യയിലെ പ്രസ് ശക്തമായിട്ട് എതിർത്ത് നിന്നിരുന്നുവെങ്കിൽ എല്ലാവരും തീരുമാനിക്കുകയാണ് നാഷണൽ എമർജൻസി അനാവശ്യമാണ് എന്നുള്ള സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് കൂട്ടമായിട്ടൊരു തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 19 മാസം നാഷണൽ എമർജൻസി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അന്നത്തെ പത്രങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയോ അങ്ങനെ ഒരു സാമൂഹിക സേവനം ചെയ്യണമെന്നുള്ള ബോധ്യമോ ഇല്ലാത്തതുകൊണ്ടാണ് നാഷണൽ എമർജൻസി 19 മാസത്തിലേക്ക് നീണ്ടുപോകാനുള്ള സാഹചര്യം ഇന്ത്യയിലുണ്ടായത്. ഇന്ത്യയിലെ ന്യൂസ് പേപ്പേഴ്സിനോട് അല്പമൊന്ന് വളയണം, പ്രസ് സെൻസർഷിപ്പ് ഉണ്ട്, നിങ്ങൾ അധികം കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണ്ട, നിങ്ങൾ അല്പം ഒന്ന് കുനിഞ്ഞു നിന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ വളഞ്ഞ് താഴ്ത്തോട്ട് മുട്ടി ഫുള്ളായിട്ട് ഒടിയാനായിട്ട് അല്ലെങ്കിൽ മുട്ടിലഴയാനായിട്ട് തയ്യാറായവരാണ് ഇന്ത്യയിലെ ന്യൂസ് പേപ്പേഴ്സ്. അത്ര പോലും നട്ടല്ലോ ചങ്കൂറ്റമോ കാണിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു മോശം അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇത്തരത്തിലൊരു മോശം അവസ്ഥ നേരിടേണ്ട സാഹചര്യം ഇന്ത്യയിലുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ നാഷണൽ എമർജൻസി പോലുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ അത് ആ രാജ്യത്തെ പത്രങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ജനങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കാനും ഇത് ആവശ്യമാണോ അല്ലയോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിനെതിരെ ജനങ്ങളോട് പ്രതികരിക്കാനായിട്ട് ജനങ്ങളെ തയ്യാറാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള പത്രങ്ങൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്വയം മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം തങ്ങളുടേതാണെന്ന് അറിഞ്ഞിട്ടും അത് ഏറ്റെടുക്കാൻ തയ്യാറാവാതെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഭയത്തിൻ്റെ പേരിൽ പലതും മൂടി വെച്ച് മിണ്ടാതിരിക്കേണ്ട സാഹചര്യം ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. The government guidelines and censorship orders had effect throughout the country following the declaration of emergency. Perhaps the two best non-newspapers
which stood up against the government's repressive tactics were the Indian Express and the Statesman. പല പത്രങ്ങളും മുട്ടിലഴയാനും കെടുന്നുരുളാനൊക്കെ തയ്യാറായപ്പോൾ 2 പത്രങ്ങൾ മാത്രമാണ് അന്ന് ഇന്ത്യയിൽ ആവശ്യത്തിന് പ്രസിദ്ധീകരണങ്ങളുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ ഏകദേശം 3000 സംതിങ് പ്രസിദ്ധീകരണങ്ങൾ അന്ന് കാലത്തുണ്ട്. എന്നിട്ട് അതിൽ 2 പത്രങ്ങൾ മാത്രമാണ് ഗവൺമെൻറ് ചെയ്ത എമർജൻസി, നടപ്പിലാക്കിയ എമർജൻസി ആവശ്യമില്ലാത്തതാണെന്നും ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയും ഇന്ദിരാഗാന്ധിക്ക് ഭരണത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനുമാണ് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളോട് വിളിച്ചു പറയാൻ തയ്യാറായ 2 പത്രം, ഒന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ്, 2 ദ സ്റ്റേറ്റ്സ്മാൻ. ആകെ 2 പത്രങ്ങൾ. ദി ഹിന്ദു ഇല്ല, മലയാള മനോരമ ഇല്ല, മാതൃഭൂമി ഇല്ല, ഒരു പത്രവും വിളിച്ചു പറയാനില്ല. ഇന്ത്യൻ എക്സ്പ്രസും സ്റ്റേറ്റ്സ്മാനും മാത്രമാണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചതിനെതിരെ ശക്തമായിട്ട് പടപൊരുതി നിന്ന 2 ന്യൂസ് പേപ്പേഴ്സ്. ദി ഇന്ത്യൻ എക്സ്പ്രസ് വാസ് കൂൾ ടു ഗവൺമെൻറ് പ്രഷർ to publicize the benefit of the emergency. The government then arrested Kuldeep Nair, Express News Service editor, dissolved the board of directors and appointed a new board consisting of persons approved by the government. അന്ന് ശക്തമായിട്ട് പ്രതികരിച്ച കുൽദീപ് നായർ എന്ന ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററെ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യുകയും അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിന് ധൈര്യം കൊടുത്ത് നാഷണൽ എമർജൻസിക്കെതിരെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ശബ്ദിക്കാൻ പ്രചോദനമായിട്ട് പിന്നിൽ നിന്ന ഡയറക്ടർ ബോർഡുണ്ട് പത്രത്തിൻ്റെ. ആ ഡയറക്ടർ ബോർഡിനെ പൂർണ്ണമായിട്ടും പിരിച്ചുവിട്ട് ഗവൺമെൻറ്റിന് താല്പര്യമുള്ള ആളുകളെ മാത്രം വെച്ചുകൊണ്ട് ഒരു പുതിയ ഡയറക്ടർ ബോർഡിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും ചെയ്തു. അങ്ങനെ ഗവൺമെൻറ്റിന് താല്പര്യമുള്ള ഡയറക്ടർ ബോർഡ് അധികാരത്തിൽ വന്നുള്ള മെച്ചം എന്താ? അവരൊരു കാരണവശാലും ഗവൺമെൻറ്റിനെതിരായിട്ട് സംസാരിക്കില്ല. കാരണം അവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഗവൺമെൻറ്റിന് ഫേവറബിൾ ആവുന്ന രീതിയിലും നാഷണൽ എമർജൻസി ഒരു ആവശ്യമായിരുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡയറക്ടർ ബോർഡിനെ പിരിച്ചുവിട്ട് ഗവൺമെൻറ്റിന് പ്രിയമുള്ള ഒരു പുതിയ ഡയറക്ടർ ബോർഡിനെ നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെ പ്രതിഷേധിച്ച ഒരു പത്രത്തെയും അടിച്ചമർത്താൻ അന്നത്തെ ഗവൺമെൻറ്റിന് സാധിച്ചു എന്നുള്ളതും വലിയൊരു നേട്ടമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. In 1977, the government accused the statesman of mismanagement and impounded the transport of Managing Director C.R. Irani. The news agencies too became the largest of attacks and they were merged into one agency known as Samachar. സ്റ്റേറ്റ്സ്മാനിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന C.R. ഇറാനിയെ ഈ രാജ്യത്ത് നിന്ന് പിടിച്ച് പുറത്താക്കി അദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും അതുപോലെ തന്നെ ന്യൂസ് ഏജൻസീസാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നത്. കാരണം ന്യൂസുകൾ ഇവിടുന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇത് കളക്ട് ചെയ്തിട്ട് വേണ്ടേ മറ്റ് രാജ്യങ്ങളിലായാലും ഈ നാട്ടിൽ തന്നെയുള്ള മറ്റ് പത്രങ്ങൾക്കായാലും വിതരണം ചെയ്യാൻ. അത്തരത്തിലൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ന്യൂസ് ഏജൻസീസിന് പറ്റുന്നില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തെ മറികടക്കാൻ അവരൊരു സിംഗിൾ ന്യൂസ് ഏജൻസി ആയിട്ട് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ സമാചാർ എന്നൊരു ന്യൂസ് ഏജൻസി മാത്രമായി ഇന്ത്യയിൽ വർക്ക് ചെയ്യേണ്ടി വന്നു. 2018 marks the 43rd anniversary of emergency, the darkest period of Indian democracy. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കറുത്ത അധ്യായത്തിൻ്റെ 43-ാം വാർഷികം 2018 ആഘോഷിച്ചു എന്നാണ് പറയുന്നത്. ആഘോഷിക്കല്ല, അനുസ്മരിച്ചു. ആഘോഷിക്കാൻ ഇതൊരു വലിയ നേട്ടമോ സുവർണ്ണ നേട്ടമോ ഒന്നുമല്ലല്ലോ.
2018 കാര്യം എപ്പോഴും ഈ പുസ്തകം പറയുന്നതിൻ്റെ കാരണം 2018 ഈ ടെക്സ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് 2020 ജൂലൈ 25 കഴിഞ്ഞു പോയ ഡേറ്റാണ്. ഈ പറഞ്ഞ നാഷണൽ എമർജൻസിയുടെ 45ാം അനുസ്മരണമായിരിക്കണം അന്ന് നടന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ 2 ടോപ്പിക്കുകളാണ് നിങ്ങളുടെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. രണ്ടും ചെറിയ ടോപ്പിക്കുകളാണ്. എന്നാൽ രണ്ടാമത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആദ്യത്തെ ടോപ്പിക്ക് നിങ്ങളുടെ അറിവിലേക്കായിട്ട് മാത്രമുള്ളൊരു ടോപ്പിക്കാണ്. അതിലെ കൃത്യമായിട്ടുള്ള കണക്കുകളോ ഓരോ പുസ്തകത്തിൻ്റെയോ പബ്ലിക്കേഷൻ്റെയോ കൃത്യമായിട്ടുള്ള പബ്ലിക്കേഷൻ സർക്കുലേഷൻ റേറ്റുകളോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഓവറോൾ അറിവിലേക്കായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം. പക്ഷെ അതിൽ ചില പത്രങ്ങളെ നിങ്ങൾ ഓർത്തു വയ്ക്കുക. പ്രത്യേകിച്ച് ആനന്ദബസാർ പത്രിക, അതുപോലെ തന്നെ മലയാള മനോരമ, അതുപോലെ അങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഇങ്ങനെയുള്ള പത്രങ്ങൾക്ക് ഉള്ള പ്രാധാന്യം അവരെന്താണെന്ന് പറഞ്ഞാൽ മതി. അവരുടെ പ്രാധാന്യത്തിലുള്ള സർക്കുലേഷൻ്റെ എണ്ണമൊന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് എന്താണ് പ്രാധാന്യം. ഇപ്പം ആനന്ദബസാർ പത്രികയുടെ പ്രാധാന്യം, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സർക്കുലേറ്റഡ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഇൻ സിംഗിൾ എഡിഷൻ. അതുപോലെ തന്നെ മുംബൈ സമാചാർ ഇന്ത്യയിൽ ഇന്ന് സർവൈവ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാക്കിയ പത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ രണ്ടാമത്തെ ടോപ്പിക്ക് 1975 ജൂലൈ 25 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ചില അഴിമതികളും പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇലക്ഷനിൽ നടത്തിയ തിരിമറികളുടെയും പേരിൽ ഇന്ദിരാഗാന്ധിയെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുകയും അതിനെ എതിർക്കുന്നതിനും തടയിടുന്നതിൻ്റെയും ഭാഗമായിട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിലെ ഒരു പത്രത്തിനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനോ പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ട് പത്രപ്രവർത്തനം നടത്താനോ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ പത്രങ്ങൾ അല്പമൊന്ന് മയപ്പെടേണ്ട, അല്പമൊന്ന് കുനിയേണ്ട, അല്പമൊന്ന് നടുവളക്കേണ്ട സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ടു. പക്ഷെ അല്പമൊന്ന് നടുവളക്കേണ്ടതിന് ഇന്ത്യയിലെ പത്രങ്ങൾ വീണ് കിടന്ന് നിലത്തഴയാനായിട്ട് തയ്യാറായി. അതിന് വിഭിന്നമായിട്ട് പ്രവർത്തിച്ച 2 പത്രങ്ങളാണ്. ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സും മറ്റൊന്ന് സ്റ്റേറ്റ്സ്മാനും. പക്ഷെ അവർക്ക് 2 പേർക്കും അതിന് തക്കതായിട്ടുള്ള മറുപടി ഗവൺമെൻറ് ശക്തമായിട്ടുള്ള ഭാഷയിൽ കൊടുത്തു. സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന പത്രത്തിൽ കുൽദീപ് നായർ എന്ന എഡിറ്ററെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും ഡയറക്ടർ ബോർഡിനെ പൂർണ്ണമായിട്ടും മാറ്റി ഗവൺമെൻറ്റിനെ അംഗീകരിക്കുന്ന ഗവൺമെൻറ്റിന് താല്പര്യമുള്ള പുതിയ ഒരു ഡയറക്ടർ ബോർഡിനെ നിയമിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സ്റ്റേറ്റ്സ്മാൻ്റെ എഡിറ്ററായിരുന്ന CR ഇറാനിയുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുക അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ ന്യൂസ് ഏജൻസീസാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. അവർക്ക് ന്യൂസ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാനും ന്യൂസ് കളക്ട് ചെയ്യാനും മറ്റ് രാജ്യങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനൊന്നും കഴിയുന്നൊരു സാഹചര്യം നാഷണൽ എമർജൻസി പീരീഡിൽ ഇല്ലാത്തതുകൊണ്ട് പല ന്യൂസ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കണക്കാക്കി സമാചാർ എന്ന ഒറ്റ ന്യൂസ് ഏജൻസിയിലേക്ക് അവർക്ക് ചുരുങ്ങേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ ഭരണചരിത്രത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിട്ടാണ് 1975 നാഷണൽ എമർജൻസി കണക്കാക്കപ്പെടുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് 2 ടോപ്പിക്കാണ്. ഒന്ന് പെയ്ഡ് ന്യൂസും 2 കോർപ്പറൈസേഷൻ ഓഫ് മീഡിയയും. മീഡിയ കോർപ്പറേറ്റിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നതും അതുപോലെ തന്നെ ആളുകൾ സ്വന്തം താല്പര്യപ്രകാരം പണം മുടക്കി അവർക്ക് വേണ്ട വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്ന പെയ്ഡ് ന്യൂസ് സിസ്റ്റത്തെയും കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഒരുങ്ങുക. എക്സാമിനേഷൻസൊക്കെ വരാനും അല്ലെങ്കിൽ എക്സാമിനേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യവും സമയവും ഒക്കെ ആവശ്യത്തിൽ കൂടുതലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട്
അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. എല്ലാവർക്കും നല്ല ദിവസങ്ങളുണ്ടാവട്ടെ. ബി സേഫ് അറ്റ് ഹോം. താങ്ക് യു.